അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹത്തുല്ലാബുൽ അഇസ മർഹബൻ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും എജുബോട്ടിൻ്റെ പുതിയൊരു അറബിക് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായി കണ്ടുവരാറുള്ള ഒരു ചോദ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം, ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, നഖറ അൽ ഫിക്റ വ നുഇദു അൽ ബയാനാത്ത് ശഖ്സിയ ഐ ഇസ്തിമാറ. നഖറ അൽ ഫിക്റ, നമുക്ക് എന്ത് ചെയ്യാം? ഫിക്റ വായിക്കാം, പാരഗ്രാഫ് വായിക്കാം. വ നുഇദു ബയാനാത്തു ശഖ്സിയ, എന്നിട്ട് ഒരു ബയാനാത്തു ശഖ്സിയ, ഒരു ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാം. ഐ ഇസ്തിമാറ. ബയാനാത്തു ശഖ്സിയ എന്നാലും ഇസ്തിമാറ എന്നാലും ബയോഡാറ്റ എന്നാണ് അർത്ഥം. രണ്ടും ഒരേ സംഗതികളാണ്, ഒരേ സ്ട്രക്ചറാണ്, ഒരേ ഫോർമാറ്റാണ് രണ്ടിനുള്ളത്. രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. നമുക്ക് നൽകിയിട്ടുള്ള പാരഗ്രാഫ് നല്ല രീതിയിൽ വായിച്ചു നോക്കാം. 2, 3, 4 പ്രാവശ്യം എന്ത് ചെയ്യുക? ആ പാരഗ്രാഫ് വായിക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ അടിവരയിടുക, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഞാനൊന്ന് വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാനിയിൽ ഖുലഫാഇർ റാഷിദീൻ വുലിദ ബിമക്കത്തിൽ മുക്കറമ സന 584 മീലാദിയ. لقب بفاروق. والده خطاب بن نفيل ووالدته حنتمة بنت هاشم. تولى الخلافة سنة 12 هجرية وكان قدوة في العدل والبساطة العيش. توفي عمر بن الخطاب رضي الله عنه سنة 644 ميلادية في مدينة المنورة. പ്രിയപ്പെട്ട കുട്ടികളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ് നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആ പാരഗ്രാഫ് നല്ലതുപോലെ വായിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ അടിവരയിടേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്നാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞത് ബയാനാത്തു ശഖ്സിയയാണ്, അല്ലെങ്കിൽ ഇസ്തിമാറയാണ്, ഒരു ബയോഡാറ്റയാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞത്. ഒരു ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് പ്രധാനമായും വേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഒരു ബയാനാത്തു ശഖ്സിയയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരയ്ക്കണം. നമ്മൾ ഒരു ബോക്സിലായിരിക്കണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത്. നല്ല വൃത്തിയിൽ ഒരു ബോക്സ്, സ്കെയിൽ ഉപയോഗിച്ച് ഒരു ബോക്സ് ഒക്കെ വരച്ച് അതിനകത്താണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. മറ്റൊരു കാര്യം, നമ്മൾ എഴുതുമ്പോൾ ഇതിനൊരു ഹെഡിങ് വേണം. ബയാനാത്തു ശഖ്സിയക്ക് ഒരു ഹെഡിങ് വേണം. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ബയാനാത്തു ശഖ്സിയ എന്ന് ഹെഡിങ് കൊടുക്കാം, അല്ല എങ്കിൽ ആരുടെ ബയാനാത്തു ശഖ്സിയയാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ പേര് നമുക്ക് ഹെഡിങ് ആയി കൊടുക്കാം. ഇവിടെ നമ്മൾ എഴുതുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഹെഡിങ് കൊടുക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കും. മറ്റ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്കൊന്ന് ഓടിച്ച് വായിച്ചു പോവാം. നൽകിയിട്ടുള്ള ആ ഫിഖറയിൽ നിന്ന്, നൽകിയിട്ടുള്ള ആ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇസ്മുൽ കാമിൽ, മുഴുവൻ പേര്, താരിഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്, മക്കാനുൽ മീലാദ്, ജനന സ്ഥലം, ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര്, ഇസ്മുൽ വാലിദത്ത്, മാതാവിൻ്റെ പേര്, അൽ ലഖബ്, സ്ഥാനപ്പേര്, താരിഖുൽ വഫാത്ത്, മരണപ്പെട്ട തീയതി, മക്കാനുൽ വഫാത്ത്, മരണപ്പെട്ട സ്ഥലം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ആ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തണം. ഇത് ആ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഈ ഓർഡർ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിരിക്കണം, മനഃപ്പാടമാക്കിയിരിക്കണം. ഏതൊക്കെയാണ് ആ ഓർഡർ? മുകളിൽ പേര് വേണം, അത് കഴിഞ്ഞ് ഇസ്മുൽ കാമിൽ, മുഴുവൻ പേര് വേണം, ഫുൾ നെയിം വേണം, ജനിച്ച വർഷം വേണം, ജനിച്ച സ്ഥലം വേണം, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, സ്ഥാനപ്പേര്, മരണപ്പെട്ട തീയതി, മരണപ്പെട്ട വർഷം. ഇതൊക്കെ നിർബന്ധമായിട്ടും ഒരു ബയാനാത്ത് ശഖ്സിയയിൽ ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല, 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നമ്മൾ അവസാനത്തിൽ പറയാം. നമുക്ക് എന്നാൽ എഴുതി നോക്കിയാലോ? ഓക്കെ, ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള ഭാഗം, പാരഗ്രാഫ്, ഫിഖറ. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഹെഡിങ് കണ്ടെത്തുകയാണ്. എന്താണ് ഹെഡിങ്? അതെ, ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താണ് നമ്മുടെ ഹെഡിങ്? ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാണ്
നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഹെഡിങ്ങും അതോടൊപ്പം തന്നെ ഇസ്മുൽ കാമിലും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാണ് അത് രണ്ടും. നമുക്ക് എഴുതാം. ഇസ്മായിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതുകയാണ്. മറ്റൊന്ന് ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം നമ്മൾ എന്ത് എഴുതുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതുന്നു. മറ്റൊന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് മക്കാനുൽ മീലാദ്, താരീഖുൽ മീലാദാണ്. എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത്? താരീഖുൽ മീലാദാണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടെത്തേണ്ടത്. അതായത് ജനന തീയതി, ജനിച്ച വർഷവും തീയതിയും എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. നമുക്ക് നോക്കാം. ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? അതെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ച ഡേറ്റ്, വർഷം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് മാറ്റി ചെയ്താ താരീഖുൽ മീലാദ്, ജനന തീയതി, ജനന വർഷം ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനന വർഷം 584 മീലാദിയ. ക്രിസ്തു വർഷം 584 ആര് ജനിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഇവിടെ ഇതാ സാറ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ മുൻ സ്ലൈഡിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ട് ഇവിടെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓർഡർ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് മക്കാനുൽ മീലാദാണ്. എവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്? ഉലിദ ബി മക്കത്തിൽ മുക്കറമ. എവിടെയാണ് ജനിക്കുന്നത്? പരിശുദ്ധമായ മക്കയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അത് എഴുതി കൊടുക്കാം. ഉലിദ ബി മക്കത്തിൽ മുക്കറമ. എവിടെയാണ് ജനിക്കുന്നത്? മക്കത്തുൽ മുക്കറമയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് ഇസ്മുൽ വാലിദ്, പിതാവിന്റെ പേര്. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇനി കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം. നോക്കൂ, നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോ വാലിദുഹു ഖത്താബ് ഇബ്നു നുഫൈൽ, പിതാവിന്റെ പേര് നമുക്ക് കിട്ടി. വാലിദുഹു ഖത്താബ് ഇബ്നു നുഫൈൽ. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര്? ഖത്താബ് ഇബ്നു നുഫൈലാണ്. അതിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടെ കണ്ടെത്താം. വാലിദത്തുഹു ഹൻതമ ബിൻത് ഹാഷിം. എന്താണ് മാതാവിന്റെ പേര്? ഹൻതമ ബിൻത് ഹാഷിം എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേര്. ഇനി നമ്മൾ മാതാവിന്റെ പേരും പിതാവിന്റെ പേരും എങ്ങോട്ട് മാറ്റി എഴുതുകയാണ്? ബയാനാത്തു ശഖ്സിയയിലേക്ക് മാറ്റി എഴുതുകയാണ്, ബയോഡാറ്റയിലേക്ക് മാറ്റി എഴുതുകയാണ്. ഇസ്മുൽ വാലിദ് നമ്മൾ എഴുതുന്നു ഖത്താബ് ഇബ്നു നുഫൈൽ. ഇസ്മുൽ വാലിദത്ത് നമ്മൾ എഴുതുന്നു ഹൻതമ ബിൻത് ഹാഷിം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് കണ്ടെത്തുകയാണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ലഖബാണ്. എന്താണ് ലഖബ്? സ്ഥാനപ്പേര് അല്ലെങ്കിൽ വിളിപ്പേര് എന്നാണ് ലഖബ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഖബ് നമുക്ക് കണ്ടെത്താം. നോക്കൂ, ഈ ഒരു ചിത്രത്തിൽ എവിടെയാണ് ലഖബ് നമുക്ക് കാണാൻ പറ്റുക? ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇതാ യുലഖബു ബിൽ ഫാറൂഖ്, അദ്ദേഹം അറിയപ്പെട്ടത് ഫാറൂഖ് എന്ന നാമത്തിലായിരുന്നു, എന്ന വിശേഷണത്തിലായിരുന്നു. നമ്മൾ അത് എഴുതുന്നു, ലഖബ് എന്ത് എഴുതുന്നു? ഫാറൂഖ് എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താരീഖുൽ വഫാത്താണ്. എപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായത്, മരണപ്പെട്ടത്? ആ തീയതി എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. തൂഫിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ക്രിസ്തു വർഷം 644 ആര് മരണപ്പെടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അത് നമുക്ക് എങ്ങനെ വായിക്കാം? 644 മീലാദിയ. ക്രിസ്തു വർഷം 644 ആര് മരണപ്പെടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. നമ്മളിത് എങ്ങോട്ട് മാറ്റി എഴുതുന്നു? അതെ, ബയാനാത്തു ശഖ്സിയയിലേക്ക് മാറ്റി എഴുതുകയാണ്. താരീഖുൽ വഫാത്ത് നമ്മൾ എഴുതുന്നു 644 മീലാദിയ. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് മക്കാനുൽ മീലാദാണ്, മക്കാനുൽ വഫാത്താണ്. മരണപ്പെട്ട സ്ഥലം എവിടെയാണ്
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് അത് മദീനത്തുൽ മുനവ്വറയിലാണ്. അത് മദീനയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് നൽകിയ ഫിഖറയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു? തർജുമത്തുൽ ഹയാത്ത് നൽകിയിട്ടുള്ള ആ ഒരു വിവരണത്തെ നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു? ബയാനാത്തു ശഖ്സിയയിലേക്ക്, ബയോഡാറ്റയിലേക്ക് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ആണോ? മക്കൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചില ഫിഖറയിൽ അല്ലെങ്കിൽ ചില തർജുമത്തുൽ ഹയാത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃതികൾ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? മുഅല്ലഫാത്ത് എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ രേഖപ്പെടുത്തണം. മറ്റൊന്ന് ഹസല അല ജായിസത്തി, ചില അവാർഡുകൾ ഉണ്ടാവും. ആ അവാർഡുകൾ അൽ ജായിസ് എന്ന ഹെഡിങ് എഴുതിയിട്ട് നമുക്ക് ആ അവാർഡുകൾ എഴുതി വെക്കാം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഫോർമാറ്റ്, നമ്മൾ ആദ്യം എഴുതി വെച്ച ആ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഒരിക്കലും മറന്നു പോകരുത്. ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യുക? ഒന്നുകിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഈ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ട് വേണം പ്രിയപ്പെട്ട കുട്ടികൾ പരീക്ഷയിലേക്ക് പോകാൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാം.